ഹലോ, UK നിന്ന് കത്തുകയാണ്. നിങ്ങൾ ന്യൂസിൽ കേട്ട് കാണും. സംഭവം ശരിയാണ്. ഇതിനാസ്പദമായ സംഭവം നടക്കുന്നത് കഴിഞ്ഞ 29 മൺഡേ രാവിലെ 10:45 സ്ഥലം സൗത്ത് പോർട്ട് എന്ന് പറയും. വെയിൽസിലാണ്. 230 മൈൽ അകലെ ഫ്രം ലണ്ടൻ. രാവിലെ 10:45 ഒരു നഴ്സറിയിൽ 5നും 11നും വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ആ സമയം 17 വയസ്സുള്ള ഒരു ചെക്കൻ തലയെല്ലാം മൂടി ഒരു കത്തിയുമായിട്ട് അവിടെ വരികയും കുട്ടികളെ തലങ്ങും വിലങ്ങും സ്റ്റാബ് ചെയ്യാൻ തുടങ്ങി. യാതൊരു കാരണവുമില്ല, എന്താണെന്നും അറിയില്ല. ഇത് തടുക്കാൻ ചെന്ന വേറെ 2 പേരെയും ഇവൻ സ്റ്റാബ് ചെയ്തു. അവസാനം 2 പോലീസ് ഇവനെ കീഴടക്കി. അപ്പോഴത്തേക്കും ഇവൻ ചെയ്യേണ്ട ഡാമേജ് എല്ലാം ചെയ്തു കഴിഞ്ഞു. കുട്ടികളെ തലങ്ങും വിലങ്ങും ഇവൻ സ്റ്റാബ് ചെയ്ത് കുറച്ച് കുട്ടികൾ ഇറങ്ങി ഓടി. അതിൽ 2 കുട്ടികൾ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ഒരു കുട്ടി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. 6 കുട്ടികൾ ഇപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അപ്പോൾ ഈ മരിച്ച കുട്ടികളും പരിക്കേറ്റ കുട്ടികളുമെല്ലാം ഇവിടെ ഉള്ളവരുടെ മക്കളാണ്. അങ്ങനെ അവരൊരു ഗ്രൂപ്പ് ചേർന്ന് ഇവിടെ ജാഥ തുടങ്ങി. കുറേ വയലൻസായിട്ടും ഒരു മൈനോറിറ്റി ഗ്രൂപ്പിനെതിരായിട്ടും മതത്തിനെതിരായിട്ടുമാണ് അവർ ഈ ജാഥ തുടങ്ങിയത്. ഇങ്ങനെയുള്ള സമയത്ത് ഇത് മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് ക്രിമിനൽസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷോപ്പ് അവർ അടിച്ച് തകർക്കും. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങളെല്ലാം അവർക്ക് പട്ടാപ്പകലും മോഷ്ടിച്ചു കൊണ്ടുപോകാം. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. പോലീസെല്ലാം എതിരായിട്ടുണ്ട്. പക്ഷേ നമ്മളെ രാജ്യത്തെ പോലെ അവരെ ദേഹോപദ്രവം ചെയ്യാനുള്ള ഒരു റൂൾസ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ലോ വളരെ സോഫ്റ്റാണ്. അത് ഈ ജനങ്ങൾ മുതലെടുക്കുന്നുണ്ട്. ക്രിമിനൽസ് അവർ നേരിട്ട് നിന്നുകൊണ്ടാണ് പോലീസിനെ കല്ലെറിയുന്നത് വരെ. അങ്ങനെയാണ്. ഒരു 10-100 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് പോലീസിന് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അന്ന് മുതൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത് വ്യാപിച്ചു. അക്രമം, പോലീസ് ജീപ്പ് വരെ കത്തിച്ചിട്ടുണ്ട്, ഷോപ്പ് കത്തിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഷോപ്പ് ഇതുപോലെ അടിച്ച് തകർത്ത് അവർ മോഷണം ചെയ്യുന്നുണ്ട്. അത് ക്രിമിനൽസാണ്. പോലീസ് കൂടുതലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇത് നേരിടാൻ എന്ത് വില കൊടുത്തും നേരിടും എന്നാണ്. പക്ഷേ ഇപ്പോഴും ഒരു ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലണ്ടനിലും ഇത് സംബന്ധിച്ച് ജാഥ ഉണ്ടായിരുന്നു. ലണ്ടനിൽ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ ബർമിംഗം, ലിവർപൂൾ, ബെൽഫാസ്റ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അക്രമം അധികമാണ്. ഒരു പ്രത്യേക ഒരു മൈനോറിറ്റിയെ ആൾക്കാരെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. മാസ്ക് വരെ അവർ എറിഞ്ഞ് തകർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, ഈ ഇമിഗ്രേഷൻ വന്ന പീപ്പിൾ അവർ താമസിക്കുന്ന ഇടം വരെ ഇവർ തകർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ജാഥയാണ് അവർ നടത്തുന്നത്. അതിക്രമം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും നിന്ന് കത്തുകയാണെന്ന് പറയാം. എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന്.